हरि ओम्। सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ഓം. ഇന്ന് നമ്മൾ 6-ാം ശ്ലോകത്തിലെ ഋഷികേശഃ, പത്മനാഭഃ, അമരപ്രഭു, വിശ്വകർമ്മ ഇങ്ങനെ 4 നാമങ്ങളാണ് കാണുന്നത്. ആ ശ്ലോകത്തിലെ അപ്രമേയ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ശ്ലോകം ഇങ്ങനെയാണ്: അപ്രമേയോ ഋഷികേശഃ പത്മനാഭോമരപ്രഭുഃ വിശ്വകർമാ മനുസ്ത്വഷ്ടാ സ്തവിഷ്ടസ്തവിരോ ധ്രുവഃ. ഇതില് ഋഷികേശ എന്ന 47-ാമത്തെ നാമമാണ് ആദ്യം കാണുന്നത്. ഋഷികേശ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥൻ എന്നാണ് അർത്ഥം. ശങ്കരാചാര്യർ പറയുന്നത് ഋഷികാണി ഇന്ദ്രിയാണി തേഷാം ഈശഃ ക്ഷേത്രജ്ഞ രൂപഭാഗ് യദ്വാ യദി വാ ഇന്ദ്രിയാണി യസ്യ വശേ വർത്തന്തെ സ പരമാത്മാ ഋഷികേശഃ. യസ്യ വാ സൂര്യരൂപസ്യ ചന്ദ്രരൂപസ്യ ച ജഗത് പ്രീതികരാ ഹൃഷ്ടാഃ കേശാഃ രശ്മയഃ സഹ ഋഷികേശഃ. എന്ന് പറഞ്ഞാൽ ഋഷികങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ. ക്ഷേത്രജ്ഞന്റെ രൂപത്തിൽ ഇന്ദ്രിയങ്ങളുടെ സ്വാമിയാകയാൽ അഥവാ ഇന്ദ്രിയങ്ങൾ യാതൊരുവന്റെ അധീനതയിൽ ഇരിക്കുന്നുവോ ആ പരമാത്മാവാകയാൽ ഋഷികേശൻ. അല്ലെങ്കിൽ സൂര്യന്റെ രൂപത്തിലോ ചന്ദ്രന്റെ രൂപത്തിലോ ലോകത്തിന് പ്രിയങ്കരമായ രശ്മികളാകുന്ന കേശങ്ങളോട് കൂടിയവൻ ഋഷികേശൻ. ഇതാണ് ശങ്കരഭാഷ്യത്തിന്റെ അർത്ഥം. ഇനി ഋഷികം എന്നാൽ ഇന്ദ്രിയം എന്നാണ് അർത്ഥം. ഈശ എന്നാൽ നാഥൻ. അപ്പോൾ ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ ഈ നമ്മുടെ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ഈശ്വരൻ അല്ലെങ്കിൽ നാഥൻ എന്നാണ് അർത്ഥം. ക്ഷേത്രജ്ഞ രൂപത്തിൽ എല്ലാ ജീവന്റെയും ആത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായ ഋഷികേശൻ. അതായത് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഓരോ ശരീരത്തിലുമുള്ള ആത്മാവ്, ജീവാത്മാവ് എന്ന് പറയാം. അപ്പോൾ ഓരോ ശരീരത്തിലും ഉള്ള അവരവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ആ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഭഗവാനാണ്. നമ്മൾ നേരത്തെ കണ്ടു, ക്ഷേത്രജ്ഞൻ എന്നുള്ള നാമം നേരത്തെ കണ്ടു. അതിനകത്ത് ക്ഷേത്രജ്ഞനും അക്ഷരനും രണ്ടും കണ്ടു. ആ രണ്ടും ഒന്ന് തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് ഇത് രണ്ടും എന്നുള്ള മഹാവാക്യവും നമ്മൾ അതിവിടെ കണ്ടു. അങ്ങനെ ഒരു ജീവാത്മാവില് ക്ഷേത്രജ്ഞന്റെ രൂപത്തിൽ എല്ലാ ജീവന്റെയും ആത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായ ഋഷികേശൻ. ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇന്ദ്രിയങ്ങളും അവയ്ക്ക് പുറകിലുള്ള മനസ്സും പ്രവർത്തിക്കുകയുള്ളൂ. എല്ലാത്തിൻ്റെയും നിയന്താവും ഭഗവാൻ തന്നെയാണ്. ഇത് തന്നെയാണ് കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച പാർത്ഥനെ നയിക്കുന്ന പാർത്ഥസാരഥി നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിലും നമ്മൾ ഇത് തന്നെ പഠിച്ചു. ഇനി ഇതേ അർത്ഥം തന്നെ ഇന്ദ്രിയാണി യസ്യ വശേ വർത്തന്തെ സ പരമാത്മാ. അഥവാ ഇന്ദ്രിയങ്ങൾ യാതൊരുവിന്റെ അധീനത്തിലിരിക്കുന്ന ആ പരമാത്മാവ്, അതാണ് അക്ഷര എന്ന് പറഞ്ഞ പരമാത്മാവ്. ആദ്യം ജീവാത്മാവാണെന്ന് പറഞ്ഞു, രണ്ടാമത് പരമാത്മാവാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും ഈ ഭഗവാൻ തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ തലത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും എല്ലാ മനസ്സുകളെയും നിയന്ത്രിക്കുന്നത് പരമേശ്വരനാണ്, അതായത് പരമാത്മാവാണ്. ആ പരമാത്മാവും ഈ ജീവാത്മാവും രണ്ടും ഋഷികേശൻ തന്നെയാണ്. അതാണ് ഇവിടെ ഇതും ഒരു മഹാവാക്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി കേശ എന്ന വാക്കിന് രശ്മികൾ എന്നും ഋഷി എന്ന വാക്കിന് സന്തോഷിപ്പിക്കുക എന്നും ഉള്ള അർത്ഥമുണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തൻ്റെ രശ്മികളെ കൊണ്ട് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നവർ എന്ന അർത്ഥം വരും. തണുത്ത ചന്ദ്രരശ്മികൾ നമ്മളെ തഴുകി ഉറക്കുകയും ഊഷ്മള കിരണങ്ങളെ കൊണ്ട് സൂര്യൻ മറ്റൊരു ഊർജ്ജസ്വലമായ ദിവസത്തിലേക്ക് നമ്മളെ തട്ടി ഉണർത്തുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ ദിവസങ്ങളെ സന്തോഷപൂർണമാക്കി തീർക്കുന്നത് സൂര്യനും ചന്ദ്രനും
തങ്ങളുടെ രശ്മികൾ കൊണ്ട് നമ്മളെ തഴുകിക്കൊണ്ടാണ്. അങ്ങനെ സൂര്യനായും ചന്ദ്രനായും തിളങ്ങുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതിനാൽ ഭഗവാനെ ഋഷികേശ് എന്ന് പറയുന്നു. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, സൂര്യാചന്ദ്രമസൗ സസ്വതം സുംഭികേശ സംജ്ഞിതൈഃ ബോധയൻ സ്വാപയം ചൈവ ജഗത് ഉത്തിഷ്ഠതേ പൃഥക് ബോധനാത് സ്വാപനാശ്ചൈവ ജഗതോ ഹർഷണം ഭവേത് അഗ്നിശോമകൃതൈരേവം കർമ്മഭിः പാണ്ഡുനന്ദനഃ ഋഷികേശോഹമീസാനോ പരതോ ലോകഭാവനഃ. സൂര്യചന്ദ്രന്മാരുടെ കേശങ്ങൾ എന്ന് പറയുന്ന രശ്മികളെ കൊണ്ട് ജഗത്തിനെ വേറെ വേറെ ഉണർത്തുകയും ഉറക്കുകയും ചെയ്യുന്നത് കൊണ്ട് ജഗത്തിന് സന്തോഷമുണ്ടാകുന്നു. ആദിത്യന്റെ ചൂടുകൊണ്ട് ഉണർച്ചയും ചന്ദ്രന്റെ തണുപ്പ് കൊണ്ട് ഉറക്കവും സംഭവിക്കുന്നു. ഈ പ്രവർത്തികൾ ചെയ്യുന്നത് ഞാൻ ആകയാൽ എനിക്ക് ഋഷികേശൻ എന്ന് പേര് സിദ്ധമായി എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാഭാരതത്തില്. ഭഗവത്ഗീതയിലല്ല, മഹാഭാരതത്തിൽ വേറൊരു അധ്യായത്തിലാണത്. ഇനി അടുത്ത നാമം പത്മനാഭ എന്ന 48ാമത്തെ നാമമാണ്. ഇതേ നാമം 196-ലും 346-ലും കാണും. 3 പ്രാവശ്യം വരുന്നുണ്ട് ഈ നാമം. ഇതിന്റെ അർത്ഥം പത്മം നാഭിയിൽ ഉള്ളവൻ, അല്ലെങ്കിൽ നാഭിയിൽ താമര ഉള്ളവൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുള്ള താമരയിലാണ് ബ്രഹ്മാവ് ഉണ്ടായിരിക്കുന്നത്. ശങ്കരാചാര്യർ പറയുന്നു, സർവജഗത് കാരണം പത്മം നാഭോ യസ്യ സഹ പത്മനാഭഃ. ആരുടെ നാഭിയിൽ സകല ജലത്തിനും ഹേതുഭൂതമായ പത്മം സ്ഥിതി ചെയ്യുന്നുവോ ആ ഭഗവാൻ പത്മനാഭനാകുന്നു. പത്മം എന്നാൽ താമര, നാഭി എന്നാൽ പൊക്കിൾ. ഒരമ്മ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ വഹിക്കുന്നത് പോലെ സൃഷ്ടിയുടെ ഉത്ഭവസ്ഥാനമായി പൊക്കിളിനെ കരുതുന്നു. പൊക്കിളിൽ നിന്ന് താമര വന്നിരിക്കുന്നവൻ പത്മനാഭൻ. ഇവിടെ ശങ്കരാചാര്യ സർവജഗത് കാരണം പത്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവജഗത്തിന്റെയും സൃഷ്ടി കാരണമാണ്. സർവജഗത്തിന്റെയും സൃഷ്ടി കാരണം എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. സർവജഗത്തിന്റെയും സൃഷ്ടി കാരണത്തിന്റെ കാരണം നാഭി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നാഭി അല്ലെങ്കിൽ യോനി ആണ് അതിന്റെ കാരണം. ആ സർവജഗത്തിന്റെയും സൃഷ്ടിയുടെ നാഭി അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഉത്ഭവസ്ഥാനം ആണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്നാണ് നാൽമുഖമുള്ള വിരിഞ്ചൻ, അതായത് ബ്രഹ്മാവ്, സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ജനിച്ചിരിക്കുന്നത്. ഭഗവാന്റെ നാഭിയിൽ നിന്ന് പത്മത്തില് ബ്രഹ്മാവ് ഇരിക്കുന്നു. ബ്രഹ്മാവ് ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ സമഷ്ടി മനസ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള പ്രതിബിംബ ചൈതന്യമാണ്. ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യക്തിയിലുള്ള പ്രതിബിംബ ചൈതന്യമാണ് ജീവാത്മാവ്. അതുപോലെ പ്രപഞ്ചത്തിലുള്ള പ്രതിബിംബ ചൈതന്യം, റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ് ആണ് ബ്രഹ്മാവ് അഥവാ ഹിരണ്യഗർഭൻ. പ്രപഞ്ചത്തിന്റെ കർത്താവായ ബ്രഹ്മാവിന്റെയും ഉത്ഭവസ്ഥാനം ഈ ഭഗവാനാണ്. ഇനി മറ്റൊരു വിധത്തിൽ നോക്കിയാൽ ഭാരതീയ സംസ്കാരത്തിൽ താമരപ്പൂവിന് മഹത്തായ ഒരു സ്ഥാനമാണ് ഉള്ളത്. താന്ത്രിക കർമ്മങ്ങൾക്ക് പത്മമിടുക എന്നാണ് പറയുക. സാധാരണ എന്തെങ്കിലും നമ്മൾ ഹോമമോ പൂജയോ ഭഗവത് സേവയൊക്കെ പോലത്തെ കർമ്മങ്ങൾ ആണെങ്കിൽ പോലും ആദ്യം പത്മം ഇട്ട് കഴിഞ്ഞിട്ടാണ് അവിടെ വിളക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ പത്മം ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ പത്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അധിഷ്ഠാനം അല്ലെങ്കിൽ അടിസ്ഥാനം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇവിടെ വിഷ്ണു എന്ന് പറഞ്ഞിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ ഉദ്ദേശിച്ചാണ്. ബ്രഹ്മാവായി സൃഷ്ടി നടത്തുന്നതും വിഷ്ണുവായി സംരക്ഷണം നടത്തുന്നതും രുദ്രനായി സംഹാരം നടത്തുന്നതും എല്ലാം ഈ പരമേശ്വരൻ തന്നെയാണല്ലോ. ഇനി ബ്രഹ്മാജി സൃഷ്ടിച്ച പ്രപഞ്ചം ഒരു വിടർന്ന താമരയാണ്. ബ്രഹ്മാജിയുടെ ദിനാന്ത്യത്തിൽ, അതായത് സൃഷ്ടിയുടെ അവസാനം, താമര കൂമ്പുമ്പോൾ പ്രപഞ്ചം ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരുന്നു. ഇതാണ് പ്രളയം. ബ്രഹ്മാവിന്റെ ഒരു പകൽ സമയമാണ് ഒരു സൃഷ്ടികാലം, ഒരു കൽപ്പം. അപ്പോൾ ബ്രഹ്മാവ് ഉണരുമ്പോൾ അല്ലെങ്കിൽ ബ്രഹ്മാവിന് പകൽ തുടങ്ങുമ്പോൾ താമര വിടർന്നു വരും.
അതാണ് സൃഷ്ടി. എല്ലാ പ്രപഞ്ചവും കാണപ്പെടും, പ്രകടമാവും. രാത്രിയാകുമ്പോഴോ താമര കൂമ്പും. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരും. ഇത് പ്രളയം. സൃഷ്ടികർത്താവായി ബ്രഹ്മാവിന്റെ 4 തലകൾ 4 വേദങ്ങളെയും പത്നിയായ സരസ്വതി സൃഷ്ടിക്കുള്ള അറിവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ജ്ഞാനമാണ് സരസ്വതി. അതാണ് സരസ്വതി എപ്പോഴും ബ്രഹ്മാവിന്റെ കൂടെ തന്നെ ഇരിക്കുന്നത്. ഈ സൃഷ്ടി നടത്തണമെങ്കിൽ എത്രമാത്രം ജ്ഞാനം വേണം, സർവജ്ഞനായിരിക്കണം, എന്നാൽ മാത്രമേ സൃഷ്ടി നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ബ്രഹ്മാവിനെയും സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് പത്മനാഭനായിരിക്കുന്നത്. ഇനി ഈ പ്രപഞ്ചം സദാ ധൃതഗതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു, ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രം പോലെയാണ് ഈ പ്രപഞ്ചം. സംസാര ചക്രമാണ്. ആ ചക്രത്തിന്റെ ഒരു അച്ചുതണ്ട് പോലെയാണ് നാഭി എന്ന് പറയുന്നത്. നാഭി എന്ന് പറഞ്ഞാൽ അച്ചുതണ്ടെന്നുള്ള അർത്ഥവും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ചലിക്കാതെ സദാ കൂടസ്ഥമായി നിൽക്കുന്ന ആ പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടാണ് നാഭി. സൃഷ്ടി ചലനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നടരാജനായ മഹേശ്വരന്റെ നൃത്തമാണ് പ്രപഞ്ച ചലനം. ആ നൃത്തം നിൽക്കുമ്പോഴോ പ്രപഞ്ചം മുഴുവൻ അവന്റെ കാൽ കീഴിൽ തന്നെ തിരിച്ചു ചേരും. ഇതാണ് പ്രളയം. അങ്ങനെ കൂടസ്ഥമായി സകലതിനും ആധാരമായി നിൽക്കുന്ന ബ്രഹ്മൻ തന്നെയാണ് പത്മനാഭൻ. ഇനി അടുത്തത് 49ാമത്തെ നാമം അമരപ്രഭുവാണ്. അമരപ്രഭു എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ പ്രഭു, അമരന്മാരുടെ പ്രഭു. അമരൻ എന്ന് പറഞ്ഞാൽ ദേവൻ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അമരാണാം പ്രഭു അമരപ്രഭു. വളരെ സിമ്പിളായിട്ടൊരു ഭാഷ്യമാണ് ശങ്കരാചാര്യർ, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. മരണമില്ലാത്തവരുടെ പ്രഭുവാണ് അമരപ്രഭു. ദേവന്മാരെയാണ് മരണമില്ലാത്തവരെന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വർഗലോകത്തിലെ അന്താവാസികളാണ് ദേവന്മാർ. നമുക്കെല്ലാവർക്കും അറിയാം, സ്വർഗത്തിലാണ് ദേവന്മാരെല്ലാം ഉള്ളത്. സ്വർഗത്തെ പറ്റി പുരാണങ്ങളിൽ പറയുന്നത് അവിടെ ജനന മരണമോ ജരാനരയോ അസുഖമോ ദുഃഖമോ ഒന്നുമില്ല എന്നാണ്. ഒരാൾ ആവശ്യത്തിന് പുണ്യം നേടിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തുന്നത് എല്ലാം തികഞ്ഞ പരിപൂർണ യുവാവായിട്ടായിരിക്കും. എല്ലാ ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യുന്ന, എല്ലാ ഇന്ദ്രിയങ്ങളും വളരെ നന്നായിട്ടിരിക്കുന്ന, നല്ല ആരോഗ്യവും ശേഷിയും ബുദ്ധിയും എല്ലാമുള്ള ഒരു പരിപൂർണ യുവാവായിട്ടാണ് ദേവലോകത്തിൽ എല്ലാവരും എത്തുന്നത്. ആർജിച്ച പുണ്യം തീരുന്നത് വരെ അതുപോലെ തന്നെ കഴിയും. യാതൊരു അല്ലലും അലട്ടലും ദുഃഖവും ഒന്നുമില്ലാതെ പരിപൂർണ ആരോഗ്യത്തോടുകൂടി കഴിഞ്ഞിട്ട് ആ യുവത്വത്തോടു കൂടി തന്നെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാകും. പിന്നെ എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ജന്മം വീണ്ടും കുട്ടിയായിട്ട് ഗർഭപാത്രത്തിൽ വസിച്ച് കുട്ടിയായിട്ട് വളർന്ന് അങ്ങനെ അടുത്ത ജന്മത്തിൽ വീണ്ടും നോർമലാകും. അങ്ങനെയാണ് സ്വർഗത്തിലെ ദേവന്മാരുടെ ലൈഫ്. ഇവിടുത്തെ അമരത്വം ആപേക്ഷികമാണ്. ഈ സ്വർഗലോകത്തിലും ദേവന്മാരും അമരന്മാരെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി അമരത്വം അല്ലത്. അവരുടെ പുണ്യം തീരുന്നതോടുകൂടി സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരും. അപ്പോൾ പിന്നെ വീണ്ടും അടുത്ത ജന്മം എടുക്കണം. തിരിച്ച് മർത്യലോകത്തിലോ എവിടെയാ പ്രാരാബ്ധം എത്തിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വന്ന് വീഴും. ഇതിനെ ഭഗവത്ഗീതയിലും കൃഷ്ണൻ പറയുന്നുണ്ട്. 9ാമത്തെ അധ്യായത്തിൽ പറയുന്നു, തേദം ഭുക്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിസന്തി. ദേവന്മാരുടെ പ്രഭുവായതിനാൽ ഭഗവാൻ അമരപ്രഭുവാണ്. എന്നാൽ ഭഗവാൻ ദേവന്മാരുടെ മാത്രമല്ല, മരന്മാരായ അഥവാ മരണത്തിന് വിധേയമാവുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രഭുവാണ്. മാറ്റത്തിന്റെ ദേവൻ തന്നെയാണ് മാറ്റമില്ലാത്ത ഭഗവാൻ. അതിനാൽ ഭഗവാനെ മരപ്രഭു എന്ന് വിളിക്കുന്നതിലും തെറ്റില്ല. പലപ്പോഴും ഇത് ഒരു നാമം നമ്മൾ ജപിക്കുമ്പോൾ ഇത് പത്മനാഭോ മരപ്രഭു എന്ന് വായിക്കും. ആ ഒരു അകാരം അവിടെ ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാകാതെ പലരും മരപ്രഭു എന്ന് വായിക്കും. പക്ഷെ മരപ്രഭു എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. കാരണം മരമായിട്ടുള്ള അല്ലെങ്കിൽ മരന്മാരായിട്ടുള്ള മരിക്കുന്ന മാറ്റമുള്ള എല്ലാവരുടെയും പ്രഭു ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് മരപ്രഭു എന്ന് പറഞ്ഞാലും തെറ്റില്ല. വിഷ്ണു സഹസ്രനാമം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ്. അതിലൊരു തെറ്റോ കുറ്റമോ പറയാനില്ല. ഇനി അടുത്ത നാമം വിശ്വകർമ്മ എന്നുള്ളതാണ്. വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ വിശ്വത്തെ സൃഷ്ടിച്ചവൻ ആണ് വിശ്വകർമ്മ.
വിശ്വം കർമ്മ ക്രിയാ യസ്യ സഹ വിശ്വകർമ്മ. ക്രിയതേ ഇതി ജഗത്. കർമ്മ വിശ്വം. കർമ്മ യസ്യേതി വാ. ക്രിയതേ ഇതി ജഗത് കർമ്മ വിശ്വം കർമ്മ യസ്യേതി വാ. വിചിത്ര നിർമ്മാണ ശക്തി വദ്വാദ വിശ്വകർമ്മ. ത്വഷ്ടാ സാദൃശ്യാദ്വാ. ത്വഷ്ടാവുമായിട്ട് സാദൃശ്യമുള്ളതുകൊണ്ടും വിശ്വകർമ്മ എന്ന് പറയും. അതായത് വിശ്വം അല്ലെങ്കിൽ എല്ലാത്തിനെയും തന്നെയും ആരുടെ കർമ്മം അല്ലെങ്കിൽ പ്രവൃത്തിയാവുന്നുവോ അദ്ദേഹത്തെ വിശ്വകർമാവെന്ന് പറയുന്നു. പ്രവൃത്തി കർമ്മം എന്ന് പറഞ്ഞാൽ വിശ്വം സൃഷ്ടിച്ചത് ആരാണോ അതാണ് വിശ്വകർമാവ്. അഥവാ ചെയ്യപ്പെടുന്നു എന്നതിനാൽ വിശ്വം കർമ്മമാവുന്നു. ആ വിശ്വരൂപമായ കർമ്മം ആരുടേതാണോ അദ്ദേഹം വിശ്വകർമാവാകുന്നു. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, രണ്ടു വിധത്തിൽ അന്വയിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അഥവാ വിചിത്രമായ നിർമ്മാണ ശക്തിയുള്ളവൻ ആയതിനാൽ ഭഗവാൻ വിശ്വകർമാവാകുന്നു. അഥവാ വേറൊരർത്ഥം പറയുന്നത് ദേവശില്പിയായ ത്വഷ്ടാവിനോട് തുല്യനാകയാൽ ഭഗവാന് വിശ്വകർമാവ് എന്ന പേരുണ്ടായി. വിശ്വകർമാവിന്റെ ശരിയായ പേര് ത്വഷ്ടാവ് എന്നാണ്. രാജശില്പിയായിട്ട് ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവിന്റെ ശരിയായ പേര് ത്വഷ്ടാവ് എന്നാണ്. ആ ത്വഷ്ടാവിന് തുല്യനാകയാൽ ഭഗവാനെ വിശ്വകർമാവ് എന്ന് പറയും. അങ്ങനെ വിശ്വകർമ്മ എന്ന വാക്കിന് മൂന്ന് വിധത്തിൽ അർത്ഥമെടുക്കാം. വിശ്വത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ വിശ്വകർമ്മ. നാനാത്വവും ബഹുത്വവും സങ്കീർണതയും നിറഞ്ഞ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ആവശ്യമായ കഴിവും ജ്ഞാനവും ഉള്ളതിനാൽ ഭഗവാൻ വിശ്വകർമാവാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ഭഗവാൻ തന്നെയാണ് നടത്തുന്നത്. ഇനി ക്രിയതേ ഇതി കർമ്മ. എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മം എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ ഭഗവാന്റെ കർമ്മമാണ്. അതിനാൽ ഭഗവാൻ വിശ്വകർമാവാണ്. വിശ്വം എന്നാൽ സർവം അല്ലെങ്കിൽ എല്ലാം ചേർന്നത് എന്ന അർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു മനുഷ്യനോ മൃഗമോ ദേവന്മാരോ ആര് തന്നെയായാലും എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാന്റെ തന്നെ കർമ്മമാണ്. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ചെയ്യാനുള്ള ശക്തിയും തേജസ്സും തരുന്നത് ഭഗവാനാണല്ലോ. അപ്പോൾ കർമ്മങ്ങളെല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ അതിനൊരു നിമിത്തമായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ ഭഗവാൻ വിശ്വകർമാവാണ്. വിശ്വം എന്നാൽ വലുത് അല്ലെങ്കിൽ അനന്തം എന്നും അർത്ഥമുണ്ട്. നമ്മൾ കണ്ടു വിശ്വം വിഷ്ണു വഷത്കാരോ. ആദ്യത്തെ നാമം ഓം കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് വിശ്വം എന്നാണ്. എന്താണ് വിശ്വം എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടു. അവിടെ എല്ലാം ചേർന്നത് ഏറ്റവും വലുത് ആണ് വിശ്വം എന്ന് നമ്മൾ അവിടെ കണ്ടു. ഭഗവാന്റെ കർമ്മങ്ങൾ തന്നെ അനന്തമാണ്. ഒരു എൻഡിൽ ലിമിറ്റ്ലെസ് ആണ് ഭഗവാന്റെ കർമ്മങ്ങൾ. ഈ പ്രപഞ്ച സൃഷ്ടി പോലെ മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ഭഗവാൻ വിശ്വകർമാവാണ്. അങ്ങനെ വേറൊരു അർത്ഥം പറയുന്നുണ്ട്. ഇനി പുരാണങ്ങളിൽ ദേവശില്പിയെ വിശ്വകർമാവെന്ന് പറയുന്നു. ദേവശില്പി ത്വഷ്ടാവാണ്. ആ ത്വഷ്ടാവിനെ വിശ്വകർമാവെന്നൊരു പേര് പറയുന്നുണ്ട്. സ്വർഗം തന്നെ സൃഷ്ടിച്ച വിശ്വകർമാവിനെ പോലെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഭഗവാനും വിശ്വകർമാവ് തന്നെയാണ്. ഇതാണ് മറ്റൊരർത്ഥം ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അതാണ് വിശ്വകർമ്മ എന്നുള്ളത്. ഇവിടെ ഈ 4 നാമങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് മനു, ത്വഷ്ട, സ്തവിഷ്ട, സ്തവിരോ, ധ്രുവ. ഇങ്ങനെ ഉള്ള നാമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.